നമസ്കാരം. ഞങ്ങളിന്ന് ഭഗവാനിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ഇന്ന് തുടങ്ങുന്നത്. ഞങ്ങളിന്ന് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വരെ പോവുക. നല്ല ഭയങ്കര രസമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്ര നിർമ്മാണം ഭയങ്കര ഭംഗിയാണ്. അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിന് പുറമേയുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിക്കാം. നല്ല രസമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. പറ്റില്ല, അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഓക്കെ. ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാ അങ്ങോട്ട്. ഇത് കണ്ടില്ലേ നെല്ല് എന്ത് ഭംഗിയാണേ കാണാന്. ഇപ്പം കൃഷി ഇറക്കിയിരിക്കുകയല്ലേ. ഇപ്പം പണ്ടത്തെ ഞാറ്റുവേലയില്ല, ഇപ്പം എല്ലാം വിതയ്ക്കുകയാണ്. അതിൻ്റെ ഇത് നമ്മുടെ അപ്പർ കുട്ടനാടാണ് കേട്ടോ, ലോവർ കുട്ടനാടല്ല. നമ്മുടെ ഈ ഭാഗം എല്ലാം അപ്പർ കുട്ടനാടാണ്. ഇതിപ്പോൾ നമ്മൾ മാവേലിക്കരയ്ക്ക് പോകുന്ന അച്ചൻകോവിലാറിന് കുറേയുള്ളൊരു പാലമാണ് ഇപ്പം നമ്മൾ കയറി ഇറങ്ങി. ഈ റോഡ് നല്ല ഭംഗിയുണ്ട്. അത് തകരയാണ്. നമ്മുടെ ഈ മാവേലിക്കര റോഡിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. റോഡ് ഇത്രയും വീതി കൂട്ടി ഇപ്പോൾ പണിതിട്ടും ട്രാഫിക്കിനൊരു കുറവുമില്ല. വൈകുന്നേരമായിട്ട് ഇത്രയും വണ്ടികൾ. അയ്യോ, ഈ സമയമല്ലേ ഇപ്പോൾ ഈ ഓഫീസും സ്കൂളും കോളേജും എല്ലാം വിട്ടുവരുന്ന സമയമല്ലേ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ മാന്നാറിലെ കടകളാണേ. നമ്മുടെ കേരളത്തിലെ ഓട്ട് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാന സ്ഥലം മാന്നാറാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് കയറാം. നോക്കാം. ഇത് ഇവിടെ മാന്നാർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്, മഹാലക്ഷ്മി മെറ്റൽസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്നാറിലെ ഏറ്റവും പഴക്കമുള്ള കടകളിലൊന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ഓട്ട് നിർമ്മാണ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് മഹാലക്ഷ്മി മെറ്റൽസ്. അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ പറയുന്ന മോഡലിൽ അവരത് ഉണ്ടാക്കി തരും. ഇത് നമ്മുടെ കൊരട്ടി അമ്പലം എന്ന് പറയുന്നത് ഇത് മഹാദേവ ക്ഷേത്രമാണ്. നമ്മളീ പോകുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ഈ മതിൽ ഐതിഹ്യം പറയുന്ന ഇത് ഭൂതത്താന്മാർ ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയതാണെന്നാണ് പറയുന്നത്. തിരുവല്ല ശ്രീവല്ല അമ്പലത്തിൻ്റെ തിരുവല്ല വലിയമ്പലം എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ മതിലുകൾ ഇങ്ങനെയൊക്കെ ഓരോ ഐതിഹ്യങ്ങൾ പഴമക്കാർ പറയുന്നുണ്ട്. ഈ പാലം നമ്മുടെ പമ്പയാറിൻ്റെ കുറുകെയുള്ള ചെന്നിത്തല കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. പമ്പയാറിൻ്റെ ഒരു കൈവരിയുണ്ട്. ആ കൈവരിക്ക് കുറുകെയുള്ള പാലം ഇപ്പം നമ്മൾ കണ്ട്. ഇതിപ്പോൾ നമ്മൾ മാവേലിക്കര അടുത്തു. ഇതാ നിച്ചൽ ജംഗ്ഷൻ. അവിടെ ഈ കാണുന്ന ഒരു ദേവീക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ പന്തളത്തോട്ട് പോകുന്ന വഴി, ഇടത്തോട്ട് പോയാൽ പന്തളം, വലത്തോട്ട് പോയാൽ മാവേലിക്കര, നെങ്ങിയാറുകുളങ്ങര പോകും. ആ ഇടത്തോട്ട് പോകുന്നിടത്ത് ഒരു നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത. നല്ല ക്ഷേത്രമാണ്. അവിടെ ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് പോയി അവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്യാം. റോഡ് സൈഡിൽ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ വന്നാൽ കാണാം. കണ്ടിയൂർ അമ്പലത്തിൻ്റെ ആൽത്തറ എത്തി. ആലും മാവും കൂടെ നിൽക്കുന്ന ആത്മാവ. ഇതാ ഭഗവാന്റെ കിഴക്കേ നട. നമ്മൾ കിഴക്കേ നടയിലെത്തുന്നു. ഇപ്പം വൈകുന്നേരം ഈ സമയമായിട്ട് നമ്മളിപ്പോൾ 5:15 ആയുള്ളൂ. അതുകൊണ്ടാണ് തിരക്ക് കുറവ്. വൈകിട്ട് ദീപാരാധന ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കാണ് കേട്ടോ. പടിഞ്ഞാറ് നിന്നുള്ള സൂര്യപ്രകാശം. അതിങ്ങനെ ഈ കടയിൽ നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും മേടിച്ചത് പൂജയ്ക്കുള്ള. പൂവിൻ്റെ പേരെന്തുവായിരുന്നു? എരിക്കിൻ്റെ പൂമാലയാണ്. അത് ചെറിയ മാലയാണ്, പക്ഷേ എരിക്കുമ്പോൾ കിട്ടാൻ പ്രയാസമായോണ്ടായിരിക്കും 100 രൂപയാണ് ഒരു പൂമാലയ്ക്ക്. എരിക്കുമാല ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദമല്ലേ. പിന്നെ കൂവളത്തുമാലയുണ്ട്, കറുകമാലയുണ്ട്, എണ്ണ, നെയ്യ്, നാരങ്ങാമാല എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കണ്ടിയൂർ അപ്പൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാന്റെ മഹാദേവൻ്റെ പ്രധാന നട ഇത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ 6 ഭാവങ്ങൾ കൂടിയുള്ള ശിവലിംഗം ഇവിടെ ഉണ്ട്. ഇത്രയും ഉപദൈവങ്ങളുള്ള ഒരു ക്ഷേത്രം ഞാൻ കേരളത്തിലെ ഒരുപാടിടത്ത് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഞാൻ പോയിട്ടുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കറിയത്തില്ല ഉണ്ടോന്ന്. പക്ഷേ ഒത്തിരി ക്ഷേത്രങ്ങൾ ഞാൻ ഇങ്ങനെ കാസർഗോഡ് ഇങ്ങോട്ട് കന്യാകുമാരി വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണാത്ത ക്ഷേത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. 2 ഗണപതി ഭഗവാനുണ്ട്, ഒരു ദേവിയുണ്ട്, 2 അയ്യപ്പനുണ്ട്, ഗുരുവായൂരപ്പനും മഹാവിഷ്ണുവും ഉണ്ട്, 6 മഹാദേവനുണ്ട്, പ്രധാന മഹാദേവൻ കൂടാതെ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. നാഗത്താൻ തറയുണ്ട്, യക്ഷിയുടെ ഇതുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. ഭയങ്കര ഏരിയ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളിപ്പോൾ നോക്കണം, അങ്ങേയറ്റത്തെ മതിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേ കണ്ടോ, ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് നടവഴിയുണ്ട്. നടവഴി കഴിഞ്ഞിട്ട് അങ്ങ് കണ്ടോ, അത് തെക്കേ നടയാണ് കണ്ടോ.
ആ നട എന്ത് ദൂരത്തിലാണെന്നറിയോ? ഇത് നമ്മുടെ നാഗദൈവങ്ങളുടെ തറയാണ്. അത് നല്ല ഭംഗിയായിട്ട് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ക്ഷേത്രമാണ്. നല്ല മണല, നടക്കാനും നല്ല സുഖമാണ്. വൈകുന്നേരത്തൊക്കെ ഇതിനകത്തൂടെ നമ്മൾ ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ആവും. നടക്കേണ്ടവർക്കൊക്കെ നടക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ റൂട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ക്ഷേത്രം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ വരണം, കാണണം. അതിൻ്റെ ഒരു അനുഭവം, പ്രത്യേക അനുഭൂതിയാണ്. നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കാം. ആലും മാവും അരയാലും പേരാലും എല്ലാം ഉണ്ട്. ദേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മാൻ കിടക്കുന്നു. അതിന്റെ ചെവി ഇരിക്കുന്നുണ്ടോ? മാനിനെ കേഴമാൻ്റെ കൂട്ടല്ലേ? ചെവി അതിങ്ങനെ പൊക്കി പുള്ളി അവിടെ അദ്ദേഹത്തിൻ്റെ നടക്കെ തന്നെയാണ് കിടക്കുന്നത്. ഒരു കുഞ്ഞത്. ഇത് പടിഞ്ഞാറേ നടയാണ്. ആ കൽവിളക്ക് നിൽക്കുന്ന ഇത് പടിഞ്ഞാറേ നടയാണ്. പടിഞ്ഞാറേ നടയിൽ ഈ കാണുന്ന എല്ലാം മഹാദേവൻ്റെ ഓരോരോ ഭാവങ്ങളാണ്. മൃത്യുഞ്ജയനുണ്ട്, വടക്കുന്നാഥനുണ്ട്, അങ്ങനെ ഓരോരുത്തരുമുണ്ട്. ആ കാണുന്ന ദേവീ നടയാണ്. നല്ല ഐശ്വര്യപൂർണമായ ഒരു വിഗ്രഹം. അത് കാണേണ്ട നട തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഈ നടവഴി കണ്ടില്ലേ? ഈ നടവഴി അമ്പലത്തിന് ചുറ്റുമുണ്ട്. പിന്നെ നമുക്ക് ഈ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര രാജകുടുംബത്തിൻ്റെ ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് അറിയുന്നത്. ആ കാണുന്നതാണ് പ്രധാന ശ്രീകോവിൽ. ഈ കാണുന്നതിനകത്തും ശിവനാണ്. ആ കാണുന്ന വെളിയിൽ കാണുന്നത്. ഞങ്ങൾ തൊഴുതിറങ്ങിയത് കിഴക്കേ നടയിലെ ആൽത്തറയിലെത്തി. അവിടെ ഒരാൾ ഇത് വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുക. വൈകിട്ടത്തെ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള ഭഗവാന്റെ ഫോട്ടോയുണ്ട്, ആൽത്തറയുണ്ട്. അപ്പം നേരെ ഒരുപാടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ നോക്കട്ടെ. മാന്നാർ എത്തുകയാണെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തി എൻ്റെ സുഹൃത്തിൻ്റെ കടയും അവരെല്ലാവരും പരിചയപ്പെടുത്താം. അതല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഞങ്ങൾ പകൽ വന്നിട്ട് അത് കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ മഹാലക്ഷ്മി മെറ്റൽസിൻ്റെ അവരുടെ കട നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അവിടെ ഒരുപാട് കടകളുണ്ട്. മാന്നാർ ഒത്തിരി കടകളുണ്ട്. ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് സാധനം നിർമ്മിക്കണമെങ്കിലും അവിടെ പറഞ്ഞാൽ നിർമ്മിച്ചു. വഴിക്ക് ഏതോ അമ്പലത്തിലെയൊക്കെ ഇത് ഗുരുദേവന്റെ അമ്പലത്തിലെ പിന്നെ ഇത് താലപ്പൊലിയും നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇപ്പം തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം എത്താറായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.